ഷാജിയെ മാഷേ ഫോണതടിയെന്ന്. ഓ ഈ ഫോൺ ഉണ്ടെങ്കിൽ ഒരു പണിയും നടക്കൂല. എന്താടാ ഞാനിവിടെ പണിയില്ല. ശരി നോക്കാം. നോക്കാം. ആരാ ഷാജിയെ? മാഷേ അത് നമ്മളെ മനോജനാ. എന്നെ അത്യാവശ്യം കാണുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോ അവൻ വിളിച്ചിരുന്നു വേറെന്തോ ഒരാവശ്യം. ആ പോയ പോക്ക് നീ ഇന്നാ വരുന്നത്. ഇന്ന് ഞാൻ വിടുവല. ഇത് മുഴുവൻ കയറി തീർക്കാണ്ട് ഈ കയറി ഞാൻ വിടുവല. അന്നങ്ങനെ പറ്റി ഇല്ല മാഷേ. ഇന്നിത് മൊത്തം കയറി തീർന്നിട്ട് ഇവിടുന്ന് പോവും. ആദ്യം നമ്മൾ തൊഴിൽ, പിന്നെ സുഹൃത്തുക്കള്. അതാണ് വേണ്ടത്. തൊഴിലാ മുഖ്യം. അതെ. അത് കഴിഞ്ഞിട്ട് മറ്റെന്തു ആകാവൂ. മാഷേ രാവിലെ കുടിച്ച് ചായക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. വയറ്റിനല്ലോ എന്തെല്ലോ ഒരു അസ്വസ്ഥത. ഷാജിയെ ആ പരിപാടി ഇനി എൻ്റെ അടുത്ത് നടക്കുമല്ല. അല്ല മാഷേ ഒരു 5 മിനിറ്റ് കൊണ്ട് വരാം. അത്രയ്ക്ക് പ്രശ്നമാണോ? അല്ലാണ്ട് ഞാൻ പറയോ? അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ ആ കാട്ടിലേക്ക് അങ്ങ് ഇറങ്ങിക്കോ. അയ്യേ ഇവിടെയോ? നിങ്ങളൊരു മാഷല്ലേന്ന്? വരേണ്ട പോലെ വന്ന മാഷും കുട്ടികളെല്ലാം കണക്കാ. നീ അങ്ങോട്ട് ഇറങ്ങി ഷാജിയെ. അത് വേണ്ട. ആ കയറവിടെ നിന്നോട്ടെ. ഈ പിടുത്തം ഞാൻ വിടുവല്ല. നിന്റെ ഒരു തരികടക്ക് ഞാൻ സമ്മതിക്കൂല. നിങ്ങളെ ഞാൻ പറ്റിക്കോ മാഷേ? അതില്ല, എൻ്റെ ഒരു ഉറപ്പിന് ഇതെന്റെ കയ്യിലിരുന്നോട്ടെ. എന്നാ പിന്നെ നിങ്ങൾ പറയാൻ പോലെ. എന്നാ നടക്ക്. കയറുങ്ങൾ വിടുവല്ലേ? ഇപ്പൊ ശരിയായി തരട്ടാ. ഒന്ന് വേഗം നോക്ക് ഷാജിയെ. ഇത് കാണുമ്പോൾ എനിക്കൊരു പൂതി വരുന്നുണ്ട്. എത്ര കാലായിന്നറിയാം ഓപ്പൺ ഏരിയയിൽ ഒന്ന് കാര്യം സാധിച്ചിട്ട്. ഒന്ന് അടങ്ങ് മാഷേ, ഇതൊന്ന് വന്ന് കിട്ടണ്ടേ? പെട്ടെന്ന് ആട്ടെ. പെട്ടെന്നാവൂട്ടാ. ഇവനിതവിടെ പോയി കിടക്കുന്നത് ഇത്ര നേരായി കാത്ത്. എടാ സോടെ, വേമ്പാ ഇങ്ങോട്ട് വാ. വേമ്പാ. എന്നാടോ നീ സാധനം നോക്കിയോ? ഇന്ന് പോയായിരുന്നു 10 ഉറുപ്പിന്റെ പണി ഇട്ട് വെച്ച് സാധനം കാണുമെന്ന്. എവിടാ? എടാ അതല്ല, ഇത് നോക്ക്. ഇതെന്താ മാലിയോ? ഇതായിരുന്നാ? നീക്കെന്താ സോഡ ഒരു കള്ള ലക്ഷണോ? എല്ലടോ നീ പണിക്കൊന്നും പോകാണ്ട് മോഷണം തുടങ്ങിയോ? ഇത് ഞാൻ മോഷ്ടിച്ചോന്നല്ല, ഇതെനക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാ. വീണ കിട്ടിയതാ? നമുക്കൊരു ബോർഡ് വെച്ചാൽ അങ്ങാടിയിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടിയിരിക്കുന്നു. ബോർഡ് മാത്രമാക്കണ്ട, ഒരു മൈക്കേനോസം കൂടി ചെയ്തേക്ക്. അതെല്ലാം വലിയ ചെലവുള്ള പരിപാടിയല്ലേ. നമുക്കെന്നാ അതിനെ കൊണ്ടുള്ള നേട്ടോ? ഒരു നേട്ടമില്ലല്ലോ. നേട്ടമുള്ളൊരു കാര്യം പറഞ്ഞു തരട്ടെ, നമുക്കിത് വെക്കാം. എടാ അത് വേണോ? അതെല്ലാം വലിയ ഇടങ്ങാറാവും. ഇന്ന് പൂമ്പാറ്റനെ വിളിക്ക്. ഓൻ ഓട്ടത്തിലായിരിക്കും. ഒന്ന് വിളിക്കടാ. ഇതാ റേഞ്ച് അടക്കം പിടിക്കുന്നത്. എന്താടാ ഏടുന്നാ? നിങ്ങൾ പേടിയല്ലേ? ഞാനിതാ എത്തി. പൂമ്പാറ്റെ, നീ നാളെ മുതൽ പുതിയ ചെറുകിൽ കുതിച്ചു പായും. ഇനി ഈ പണ്ടാരത്തിൻ്റെ ആവശ്യം ഉമ്മക്കില്ല. ചെങ്ങായി ഉറങ്ങിപ്പോയോടി. ഷാജിയെ, ഷാജ്. ഇതാരാ? പൂമ്പാറ്റ വന്നക്ക്. സോടെ ഏടിയാടാ സാധനോ? ഇങ്ങൊന്നും മെല്ലെ പറയടോ. ഇതാ എൻ്റെ മോനെ, ഇത് പൊന്നല്ലേ. കല്ല് നിർത്താം.
അങ്ങനെയാണോ കല്ല്? സ്വർണ്ണല്ലടാ. ഇത് വിറ്റ് കിട്ടുന്ന കുറച്ച് പൈസ നമുക്ക് മാറ്റി വെക്കണം. അക്കാര്യം ഞാനും പറയാൻ വിചാരിച്ചതാ. ഓട്ടോറിക്ഷ മറിയുമോ മരത്ത് മുവുമല്ലോ, നമുക്കൊരു ചികിത്സാ സഹായിട്ട് എടുക്കാലോ. ഒന്ന് പോട്ടോ. ഇവന്റെ തവളക്കണ്ണട മാറ്റിയിട്ട് ഉമ്മക്കൊരു സ്വർണ്ണക്കണ്ണട വാങ്ങണം. എന്താ റെഡി. ഇനി ഇവന്റെ കണ്ണ് ഉമ്മളതും കൂടിയാ. എന്താ ഷാജിയെ നീ സജീനെ വിളിച്ചിക്കാനാ? സോഡ ഇനി വിളിച്ചിട്ടില്ലേനു? ആ ഉള്ള പണി മുഴുവൻ എടുത്തിട്ട് ഞാൻ ഇനിയിപ്പോൾ എല്ലാവരും വിളിക്കാൻ കൂടി വേണം. സാറ് ഭയങ്കരമായിട്ട് അധ്വാനിച്ചതാ. കുനിഞ്ഞെടുക്കേ അങ്ങോട്ട് മാറി നിന്ന് വിശ്രമിക്കും സാറേ. ഹലോ, എന്താടാ? സജിയെ ഇനി എവിടെയാളേ? ഞാൻ വീട്ടിലാ. ഇന്ന് നമ്മളെ സേടൻ്റെ മോളെ കല്യാണം തിളക്കസല്ലേ. ആ പെണ്ണ് വൈഫിനോട് പഠിച്ചാ. ഓള് രാവിലെ തന്നെ കെട്ടിരിക്കാൻ പോയി. വൈകുന്നേരത്ത് പോകിന് ചെരുപ്പ് പിടിച്ച് നോക്കുമ്പോൾ എനിക്ക്. ഞാൻ അതിൻ്റെ പരിപാടിയില്ല. നമ്മളെ സോടൊക്കെ ഒരു സാധനം വീണ് കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനോ? ചെയിന, സ്വർണത്തിൻ്റെ. ചെയിനോ? കൊണ്ടുപോയി വിൽക്കാൻ നോക്ക്. ഇന്നത്തെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കാം. ഇതതിന് മാത്രമല്ല, കല്യാണ തലേ ദിവസത്തെ മൊത്തം ചെലവിനുള്ളുണ്ട്. ആ എത്രയുണ്ട്? കാഴ്ചക്കൊരു 4-5 പവനുണ്ട്. 5 പവനോ? 14-20 2 ലക്ഷത്തിനോ മുതലോ? ആടേപ്പാറില ഉള്ളു. ഞാനും ഷാജിയും സോഡിയുണ്ട്. ഇപ്പം തൽക്കാലം വിൽക്കണ്ട, പണി കിട്ടും. ആരെങ്കിലും ആ ജ്വല്ലറി അന്വേഷിച്ച് തന്നാൽ നമ്മൾ മൊത്തം നാറും. പിന്നെ കിട്ടിയെടുത്ത് കൊണ്ടുവരണോ? സാധനം കളഞ്ഞു കിട്ടിയെന്ന് പരസ്യം ചെയ്യണോ? തൽക്കാലം 2-3 ദിവസത്തേക്കുള്ള പൈസക്ക് നമുക്ക് പണയം വെക്കാം. ഒരു 10,000 ഉറുപ്പിക്ക്. ഈ ചൂടൊന്നും അണിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാം. എന്നാ ശരി, ഇനി വേഗം വാ. ഇതാ ഞാനിതെത്തി. ആ എടാ വെക്കല. എന്നാടാ? ഒരു 15 എടുത്തോ. ഒരു ചെരുപ്പും ഒരു സാരിയും വേണം. ഓക്കെ, 5 നിങ്ങൾ വേഗം പോയി ബാങ്കിൽ അത് വെക്ക്. ഞാൻ പെട്ടെന്ന് ബാങ്കിലേക്ക് വരാം. ഓക്കെടാ. എന്നാ വാ വാ, വേഗം വാ. ഇനി എൻ്റെ ഭാര്യയുടെ പാസ് ചെയ്യാൻ നീ യോഗ്യനല്ല. ഗുഡ് ബൈ മോനെ. ചാം ചക്കാ ചൂം ചക്കാ ചുമര് ചക്കാ ചാം. വാടാ വാ. അമ്പോ ഞാനില്ലേ ബാങ്കിലേക്ക്. ആന്താ ബാങ്കിൽ ഞാൻ മിടുങ്ങോ? ആ പകുതി മിണുങ്ങിക്ക്. ഉം, വീടിന്റെ ആധാരം വെച്ച് എന്റെ പലിശ അടച്ചിക്കില്ല. നന്നായി. ഞാനില്ല. അടക്കേറ്റല്ലേ ചാജി, ഇഞ്ഞി വാ. ഞാനില്ലേ ടൗസർ കൊടുത്തിട്ടില്ല. ഇങ്ങോട്ട് കവുമുക്കാരും അല്ല പറയുന്നത്, ബാങ്കിക്കാരും അല്ല. ഡാ ആ ഞാൻ പണി സ്ഥലത്ത് നിന്നല്ലേ വിളിച്ചേ? ആ ട്രൗസർ ഇടാണ്ട് ഇനി മാഷ കകുമക്കാരും വന്ന്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നതാ. ചാജി ഇനി വരുന്നുണ്ടാ? ആ, ആ. സോടൊക്കെ ലോണടക്കം ഭയങ്കര ഉഷാറാ. തിരിച്ചടക്കുകയില്ല, ബാങ്കാർക്ക് കുറ്റോ. ഇനി ഇവിടെ നിൽക്കുന്ന പന്തിയല്ല. സജിയെ സോടെ എടാ മുത്ത് ഇറങ്ങി വാ. ഓലയുടെ പോയി ഒരു മോളിലേക്ക് കയറിപ്പോയി. ആ പിന്നെ ഉം. ഇത് നമുക്ക് വിൽക്കണ്ട. ഏ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉം. നമുക്കൊരു ബോർഡ് വെക്കാം. ആ. ഇങ്ങനെ ഒരു സാധനം വീണ് കിട്ടിയിരിക്കും. ഓ ഇതെല്ലാം വലിയ അടങ്ങാറാവൂടോ. ഇപ്പൊ എടുക്കുന്ന വാഞ്ചാരിഞ്ഞ് നടക്കോ? അത് അതാ ഒലി വരുന്നുണ്ട്. ആ സജി ഇനി എത്തിയോ? പോവല്ലേ? ഭയങ്കര വിശപ്പ്. നമുക്ക് പാർസൽ വാങ്ങിട്ട് പോയക്കരയിലേക്ക് പോയാലോ? അത് തന്നെ ഞാനും പറയുന്നത്. നമ്മളിങ്ങനെ അധ്വാനം ചെയ്യാൻ മാത്രം പോരാലോ, നമ്മളെ ശരീരം കൂടി നോക്കണ്ടേ. അതാണ്. എന്നാ എന്നാ പിന്നെ പോവാം. കഴിച്ചിട്ട് എന്നാ പോവാ. പോവാം. ഓക്കെ. എന്നാ വിട്. ആ, കാരി. ആ, ആ, വണ്ടി വിട്ടോ, വേഗം വണ്ടി വിട്ടോ. ആ, എന്നാ പറന്നു പോകുമ്പോട്ടെ. എന്റെടോ ആ മാല വീണുകളെ കാര്യം വിചാരിച്ചു. എന്നാലും എൻ്റെ സോടെ എൻ്റെ കണ്ണാ പാരുന്നെ. അത് തന്നെ. ഉം. അടുത്ത ആഴ്ച സോഡ സ്വർണത്തിന്റെ കണ്ണം വെച്ച് നടക്കുക, എല്ലാം നടത്തിക്കുമ്പോൾ. പൂമ്പറ്റേ ഇനി ഒരു 2000 രൂപ എടുക്കും. ഒക്കെ ഒരു സാരിയും ഒരു ചെരുപ്പ് മാട്ടെ. ഓളൊന്ന് ബാലൻസട്ടെ. എല്ലാവരോടും കൂടി ഒരു കാര്യം പറയണ്ടേ. ആ. ഒരു 2500 റുപ്യ ഞാൻ എടുക്കുവേ. ആ. നമ്മളെ വണ്ടിക്ക് ഒരു ടയർ വാങ്ങാം. ആ, അത് ഓക്കെ അല്ലേ? ആ.
കണക്കൊക്കെ പിന്നെ പറയാം. 2000 ഷാജിക്കും 2000 സോഡം കൊടുക്കുക. എന്നാ സോഡ എന്നാ ഷാജി റെഡി ഓക്കെ ഓക്കെ. പൂമ്പാറ്റേ, ആ ഇനി പോയിട്ട് രാത്രി 2 ലിറ്റർ സാധനം വാങ്ങി എല്ലാവരും ഒന്ന് അടിച്ച് പാമ്പാട്ടെ. അതന്നെ. ആ എന്നാ കുറിച്ച് നല്ല ഏതെങ്കിലും ഒന്നും ആയിക്കോട്ടെ അല്ലേ? ആ ഓക്കെ. വെള്ളത്തിൽ അങ്ങോട്ടൊന്നും പോകല്ലേ കുട്ടികളെ, ഇടങ്ങാറാക്കല്ലേ. സോഡ വെള്ളം കിടന്ന് ഓളാൻ വിളിച്ച കല്യാണം പോരുന്ന ഫുഡ് എടുക്കണമെന്ന് ചോദിക്കാനാ. സജിയെ എന്നെ വിളിക്കുന്നില്ല ജോള്. എടുക്ക്. ഹലോ, ഭക്ഷണം വേണ്ടതറ, ഞാൻ കഴിച്ചതറ. ഏ എപ്പോ പോയിന്നാ? ആ പറയാ പറയാ. എന്നാടാ? അത് കല്യാണത്തിന് പോയാരോ ജോള് ചെയിന് പോണുപോയി. സോഡ എനിക്ക് കയറുന്ന ചേന് കിട്ടി. കല്യാണ വീട്ടിലേക്ക് ഇറങ്ങുന്ന റോഡ് സൈഡിൽ നിന്ന് ഭാഗ്യായില്ലേ, പുറത്തേടെയും പോയിക്കില്ലല്ലോ. പൂമ്പാറ്റിയാ വിളിക്കുന്നത്. ഹലോ, 2 ടയറിന്റെ പൈസ പീടിയെ കൊടുത്തിട്ട് 2 ലിറ്റർ സാധനം വാങ്ങിക്കുന്നുണ്ട്. അല്ല ടച്ചപ്പിന് എന്നാ നല്ലേ? ഓനോട് കുറച്ച് വിഷയം വാങ്ങാൻ പറ.